കലയാട്ടത്തിന് തുടക്കം കുറിച്ച് പതാക ഉയർത്തൽ ചടങ്ങ് കണ്ണൂരിൽ പുരോഗമിക്കുകയാണ്. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ, TV രാജേഷ്, KV സുമേഷ് തുടങ്ങിയവർ ഇപ്പോൾ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി വിനിഷ വൃന്ദാവൻ ചേരുന്നു. വിനിഷ, പതാക ഉയർത്തൽ ഒരുപക്ഷെ കലാമാമാങ്കത്തിൻ്റെ കാഹളം ഉയരുകയായി. തീർച്ചയായും അജിംഷാദ്, 57ാമത് സംസ്ഥാന സ്കൂൾ കലാമേളയ്ക്ക് കണ്ണൂരിൽ ഔദ്യോഗിക തുടക്കമായിരിക്കുന്നു. പ്രധാന വേദിയായ കണ്ണൂർ പോലീസ് ഗ്രൗണ്ടിന്റെ നില എന്ന പ്രധാന വേദിയായ നിലയിലെ മുൻപിൽ സജ്ജീകരിച്ച പതാക ഉയർത്തിയിരിക്കുന്നു. കലാമാമാങ്കത്തിന് കൊടി ഉയർന്നിരിക്കുന്നു. ഇനി 7 രാവുകൾ 7 പകലുകൾ കലയ്ക്ക് മാത്രമായുള്ളതാണ്. കേരളത്തിന്റെ കണ്ണും കാതും മനസ്സുമെല്ലാം കണ്ണൂരിലേക്കായിരിക്കും ഇനി ഉണ്ടാവുക. വലിയ രീതിയിലുള്ള സജ്ജീകരണങ്ങളാണ് ഇനി 7 ദിവസം ഇവിടെ അരങ്ങേറുന്ന കലാമാമാങ്കത്തിനായി കണ്ണൂരുകാർ ഒരുക്കിയിട്ടുള്ളത്. പ്രധാന വേദിയായ നിലയിലാണ് നമ്മളടക്കമുള്ള മറ്റു ചാനലുകളും തത്സമയ റിപ്പോർട്ടിനും മറ്റു വിവരങ്ങൾക്കും റിപ്പോർട്ടുകൾക്കുമായി തത്സമയ സ്റ്റുഡിയോകൾ സജ്ജീകരിച്ചിട്ടുള്ളത് പ്രധാന വേദിയിൽ നിന്ന് തന്നെയാണ്. 20 വേദികളാണ് അടുത്ത 7 ദിവസത്തെ മത്സര ഇനങ്ങൾക്ക് വേണ്ടി സജ്ജീകരിച്ചിട്ടുള്ളത്. 232 മത്സര ഇനങ്ങളാണ് അരങ്ങേറുക. അതിൽ 12,000 വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നു. വലിയ ഒരു ഏഷ്യയിലെ കലാമാമാങ്കം വിശേഷിപ്പിക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 57ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവമാണ് കണ്ണൂരിൽ അരങ്ങേറുന്നത്. ഇന്ന് വൈകിട്ട് 4 മണിയോടുകൂടി കലാമേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഔദ്യോഗിക ഉദ്ഘാടനം നടത്തുന്നത്. വാനമ്പാടി KS ചിത്ര ചടങ്ങിൽ മുഖ്യാതിഥിയായിരിക്കും. ഒപ്പം കണ്ണൂരിന്റെ തനത് സാംസ്കാരിക തനിമകൾ വിളിച്ചോതിയുള്ള ഘോഷയാത്രയും അരങ്ങേറും. ഉച്ചയ്ക്ക് 2:30 ഘോഷയാത്ര കണ്ണൂരിന്റെ സാംസ്കാരിക പൈതൃകങ്ങളെ മുൻനിർത്തി കണ്ണൂരിൻ്റെത് മാത്രമായി, നമുക്കറിയാം തെയ്യവും തിറയും എല്ലാം കണ്ണൂരിന്റെ മലബാറുകാർക്ക് അഭിമാനിക്കാനുള്ള കണ്ണൂരിന്റെ സ്വന്തം കേരളത്തിന്റെ സാംസ്കാരിക ഇടങ്ങളിലേക്ക് കണ്ണൂർ നൽകിയ സംഭാവനകളാണ് തെയ്യവും തിറയുമെല്ലാം. അതിനാൽ തന്നെ അത്തരം പ്രതീകങ്ങളായുള്ള തെയ്യവും തിറയും ഉള്ള കോലം കെട്ടിയായിരിക്കാം സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന സാംസ്കാരിക ഘോഷയാത്രയിൽ വിദ്യാർത്ഥികൾ പങ്കെടുക്കുക. 2:30 സാംസ്കാരിക ഘോഷയാത്ര തുടങ്ങും. തുടർന്ന് 4 മണിക്ക് കൃത്യം 4 മണിക്ക് തന്നെ കണ്ണൂരിന്റെ പ്രധാന നഗരിയായ പോലീസ് മൈതാനത്ത് കലോത്സവത്തിന് ഔദ്യോഗിക ഉദ്ഘാടനമാകും. വലിയ രീതിയിലുള്ള സജ്ജീകരണങ്ങളാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കണ്ണൂർ നഗരത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായി ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സന്തോഷം, കാരണം മുഖ്യമന്ത്രിയുടെ നാട്ടിൽ ആദ്യമായി അധികാരമേറ്റതിനു ശേഷം മുഖ്യമന്ത്രിയുടെ നാട്ടിൽ വരുന്ന ഒരു കലോത്സവം എന്ന രീതിക്ക് തന്നെ തീർച്ചയായും വിനീഷ, അത് തന്നെയാണ്. ഒരു പക്ഷേ കണ്ണൂരിൽ നിരവധിയായ സാംസ്കാരിക നാടൻ കലകൾ അടക്കം തെയ്യം അടക്കം ഒക്കെ കേരളത്തിന് സംഭാവന ചെയ്ത ഒരു വലിയ സാംസ്കാരിക ഭൂമികയിലാണ് ഇത്തരത്തിൽ ഒരു ചടങ്ങ് നടക്കുന്നതെന്നുള്ളത് വിനീഷ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ്. ഇന്ന് പതാക ഉയർത്തിക്കഴിഞ്ഞു, ഇനിയുള്ള ചടങ്ങുകൾ എന്തൊക്കെയാണ്? അജിംഷാദ്, ഇനി 2:30 ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സാംസ്കാരിക ഘോഷയാത്ര അരങ്ങേറും. സാംസ്കാരിക ഘോഷയാത്രയ്ക്ക് ശേഷം 4 മണിയോടുകൂടി പ്രധാന വേദിയായ പോലീസ് ഗ്രൗണ്ടിലുള്ള പ്രധാന വേദിയായ നിലയിൽ നദിയുടെ പേരിട്ടിരിക്കുന്ന പ്രധാന വേദിയിൽ ഔദ്യോഗിക ഉദ്ഘാടനം നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. KS ചിത്ര അടക്കമുള്ള നിരവധി മുഖ്യ വിശിഷ്ടാതിഥികൾ ചടങ്ങിൽ പങ്കെടുക്കും. ഒപ്പം മന്ത്രിമാരും മലബാറിൽ നിന്നുള്ള മന്ത്രിമാരും MLA-മാരും ചടങ്ങിൽ വിശിഷ്ട വ്യക്തികളായി തന്നെ പങ്കെടുക്കും. അതിനുശേഷം പ്രധാന വേദി അടക്കമുള്ള 9 വേദികളിൽ ഇന്ന് മത്സരങ്ങൾ ആരംഭിക്കും. വൈകിട്ട് 6 മണിയോടുകൂടി പ്രധാന വേദിയിൽ മോഹിനിയാട്ടം അരങ്ങേറും. മറ്റ് 9 വേദികളിലായി കുച്ചിപ്പുടി, ഭരതനാട്യം, കഥകളി തുടങ്ങിയ മത്സര ഇനങ്ങൾ അരങ്ങിലെത്തുന്നുണ്ട്. ഇന്ന് 9 വേദികളാണ് ഉണരുക. ആകെ 20 വേദികളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. 232 ഇനങ്ങളാണ്. ഇതിൽ 9 ഇനങ്ങൾ ഇന്ന് അരങ്ങിലെത്തും. ഇത് വൈകിട്ട് 6 മണിയോടുകൂടി 9 അരങ്ങുകൾ ഉണരും. അജിംഷാദ്. ശരി വിനിഷ വൃന്ദാവനാണ് വിവരങ്ങൾ നൽകിയത്.